ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത് നമ്മളെ ഫേവറേറ്റ് IPL വരാൻ പോകുന്നു. സോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി ആഗ്രഹങ്ങൾ കാണും. ബട്ട് അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം നിങ്ങളോട് പറയണം. അത് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം IPL നമുക്ക് ജിയോ സിനിമ വഴി ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാൻ കഴിഞ്ഞു. ബട്ട് ഈ പ്രാവശ്യം ആ ഓപ്ഷൻ ഇല്ല. അടുത്ത ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി നിങ്ങൾക്ക് IPL വന്നിട്ട് ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞു. പക്ഷേങ്കിൽ ഒരു കാര്യം, നിങ്ങൾ എന്നോട് IPL വന്നിട്ട് ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ യെസ്, കഴിയുമെന്ന് ഞാൻ പറയും. ബിക്കോസ് ഞാൻ ഒരു ചെറിയ ടിപ്സ് നിങ്ങളോട് ഷെയർ ചെയ്യും. അത് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ, സോ വരൂ വീഡിയോയിലേക്ക് പോകാം. സോ ഇവിടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് VI യൂസേഴ്സിനാണ്. 469 നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ 2.5 GB ഡാറ്റ പെർ ഡേ കിട്ടും. അത് 28 ദിവസം. പ്ലസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളത് ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് 3 മാസം ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ഇവിടെ നിങ്ങൾക്ക് രാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റ് യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് എയർടെൽ യൂസേഴ്സിനാണ്. ഇവിടെ 160 നിങ്ങൾ റീചാർജ് ചെയ്താൽ 5 GB ഡാറ്റ, അതും 7 ദിവസം വാലിഡിറ്റി ആണ്. പ്ലസ് നിങ്ങൾക്ക് 3 മാസത്തേക്ക് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാനും കഴിയും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇത് വന്നിട്ട് ജിയോ യൂസേഴ്സിനാണ്. ഇവിടെ നിങ്ങൾക്ക് വെറും 100 റുപ്പീസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 5 GB ഡാറ്റ പ്ലസ് 3 മാസത്തേക്ക് ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഇതേപോലെ നിങ്ങൾ ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാനും കഴിയും. അതും നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ അതേപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആൻഡ്രോയിഡ് TVസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ലാപ്ടോപ്പിലും കാണാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് കാണാം. അത്രയും ബൈ.